ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെയും യൂട്യൂബിലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. കുറേ നാളായിട്ട് വെറുതെ യൂട്യൂബ് വീഡിയോ ഒന്നും എടുക്കാതെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഫ്രണ്ട് ഉണ്ട്, ജീൻസ് ഉണ്ട്, കുഞ്ഞു ജീൻസിൻ്റെ വൈഫ്, ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഇന്ന് എക്സ്ബെറി ഗാർഡൻ ഇവിടെ അടുത്തുള്ളൊരു ഇതാണ്. ഇവിടെ നിന്ന് ഒരു 1 hour ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു എക്സ്ബെറി ഗാർഡൻ അവിടെ പോവുക ഞങ്ങൾ. അപ്പോൾ നിങ്ങളും കൂടെ പോരെ. അപ്പോൾ ഞങ്ങളിത് എക്സ്ബെറി ഗാർഡനിൽ വന്നിട്ടുണ്ട് കേട്ടോ. അകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എക്സ്ബെറി ഗാർഡനിൽ വന്നിട്ട് കോഫി കുടിക്കാൻ പോയാണ്. ഇവിടെ ഒരാൾക്ക് 18 പൗണ്ട് ടിക്കറ്റ്. അതിന് ഞങ്ങൾ ഒന്ന് കോഫി 1800 രൂപ. അതുകൊണ്ട് ഞങ്ങൾ കോഫി എടുത്തിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. മിക്കവാറും ഞങ്ങൾ മതിലിയാടും. ഇവിടെ ഒരു സംഭവം ഉണ്ടേ. ഇവിടെ ഒരു ട്രെയിൻ, കൽക്കരിയും കൊണ്ട് ഓടുന്ന ട്രെയിൻ ഈ കിടക്കുന്നത് കൽക്കരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓടുന്ന ട്രെയിനാണ്. കാണിച്ചു തരാവേ. എന്താ ഇതതിൻ്റെ വലിയ ഗ്യാരേജ്, കൽക്കരിയും കൊണ്ട് ഓടുന്ന ട്രെയിൻ. അതതിൻ്റെ പണി അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഗാർഡൻ മൊത്തം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗത്ത് ഈ കൽക്കരി ട്രെയിൻ ഉപയോഗിച്ച് റൗണ്ട് ചെയ്യാൻ പറ്റും. പണ്ട് ഓടിക്കൊണ്ടിരുന്നതൊക്കെ അവിടെ കാണാം. അത് സ്റ്റാർട്ടാക്കുന്ന പ്രോസസ്സാട്ടോ കാണുന്നത്. വെള്ളം തെറിപ്പിക്കും. ഒരുപാട് ആളുകൾ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നേരായ മാർഗത്തിൽ കൂടെ തന്നെ അകത്ത് കയറി, പൈസ കൊടുത്ത് കയറി. ഇവിടം വരെ വന്നതല്ലേ. അപ്പോൾ വളരെ മനോഹരമായ ഒരു ഗാർഡൻ. ഇവിടെ ഉണ്ടോ, വളരെ രസകരമായ പല കളറിലുള്ള മരങ്ങൾ, ഇലകൾ, നല്ല നീല ആകാശത്തിൻ്റെ കീഴിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. വളരെ ഭംഗിയാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു പ്രത്യേകതരം മരം. ഇത് നമ്മുടെ നാട്ടിലുള്ള കൂട്ട് സംഭവം തോന്നുന്നു. ഒരു കായ ഉണ്ടാവണേ, അത് കൂട്ട് മരം. നല്ല രസമല്ലേ കാണാൻ. നല്ല രസമുണ്ടല്ലേ. വേറൊരു കളറ്, വയലറ്റ് കളർ. നല്ല വെയിലാണെങ്കിലും നല്ല തണുപ്പുള്ളതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നം വരുന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. കാഴ്ചകളുടെ നല്ല മനോഹാരിത നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞാലും കാണാൻ സാധിക്കും കേട്ടോ. ഈ ഗാർഡൻ്റെ ഉള്ളിക്കട മൊത്തേ വളരെ, ഞാനൊരു 2 മാസം മുമ്പ് ഇവിടെ വന്നായിരുന്നു. അന്ന് ഇവിടെ നിറച്ച് പൂക്കളായിരുന്നു. ഇതിലിപ്പോൾ വളരെയധികം പൂക്കൾ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇതുപോലത്തെ ആയിരുന്നു. ഇപ്പോൾ പൂക്കൾ കൊഴിയണ സമയമായി തുടങ്ങി തോന്നുന്നുണ്ട്. കുറേ പൂക്കളൊക്കെ കരിഞ്ഞു തുടങ്ങി. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പൊക്കെ തരും കേട്ടോ. മാപ്പ് വെച്ചിട്ട് നമുക്ക് പോകാം. 200 ഏക്കറോളം ഉണ്ട് കേട്ടോ ഈ സ്ഥലം. 200 ഏക്കർ സ്ഥലം നമുക്കിതിൽ ചുറ്റി നടന്ന് കാണാം. മടുത്ത് പോകും, പക്ഷെ നല്ല കാഴ്ചകൾ കണ്ടിങ്ങനെ പോകുമ്പോൾ മതിയായ ഗ്രൗണ്ട്. ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങനെ ഗ്രൗണ്ടുകൾ. ഇതുപോലെയുള്ള ഇടവഴിയിൽ കൂടെ ആട്ടോ നിറച്ചിങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ ഈ കല്ലുകൾ പാകിയ വഴി, അതിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്. ഇത് ഫോറസ്റ്റിൻ്റെ ഒരു സൈഡ് ആയതുകൊണ്ട്
ഇതിനോട് ചേർന്ന് മൊത്തം ഫോറസ്റ്റാണ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു സൈഡ് ആയതോടുകൂടി ഇതിലിരിക്കുന്ന പല വൃക്ഷങ്ങളും പഴയ കണ്ടോ, വലിപ്പം കണ്ടോ, പഴയ വൃക്ഷങ്ങളാണ്. അപ്പോൾ കാടിനോട് ചേർന്ന് കാട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പൂന്തോട്ടം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഒരു മരത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ ഇലകൾ കണ്ടോ, ഇങ്ങനെ തൂങ്ങി കിടക്കണേ. നല്ല ഉയരം ഉണ്ടോ ഈ മരത്തിന്. കുഞ്ഞു കണ്ടോ, മാപ്പൊക്കെ പിടിച്ച് കറക്റ്റ് വഴി നോക്കി കേട്ടോ കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യുന്നത്. അല്ലേ കുഞ്ഞു? നമ്മളെങ്ങോട്ടാ പോണേ? എവിടെ? ആണോ? അല്ല ആ മാപ്പിൽ നോക്കി പറഞ്ഞതാ, കറക്റ്റായിരിക്കും. അല്ലേ കുഞ്ഞു? ആ, വഴി തെറ്റിപ്പോയി നമുക്ക് കുഞ്ഞുവിനോട് ചോദിക്കാം. ഡോറയുടെ പ്രയാണം. ഇത് കണ്ടോ, ഇങ്ങനെ പോകുമ്പോൾ കൊടുങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന പോലെ ഒരു ഫീലാണേ. മതിയായ പഴയകാലം എന്ന് പറയുന്നത് ഇവിടുത്തെ മരങ്ങളെല്ലാം പഴയതാണല്ലോ അല്ലേ, പഴയ മരങ്ങൾ. പക്ഷെ നല്ല ഭംഗിയായി വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതെ, വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഉണ്ടോ, വളരെ തിക്കായിട്ടുള്ള ഇരുട്ട് നിറഞ്ഞ കാടാട്ടോ രണ്ട് സൈഡിൽ കൂടെ ഉണ്ടോ. ഇവിടുത്തെ റോഡൊക്കെ നിരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം കേട്ടോ, വളരെ കനമുണ്ട്. എല്ലാവരും അത് ഉയർത്തി നോക്കുക കേട്ടോ. പൊക്കിക്കോ. ആ, മതി വലിച്ചോണ്ട് പോണോ ഗൈസ്? ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഗാർഡന് നടുക്ക് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിളും അതിനുള്ള ചെയറും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുകൾക്ക് വന്നു കഴിയുമ്പോൾ മടുക്കുമ്പോൾ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒത്തിരി സ്ഥലത്ത് ഇതുപോലെ ചെയർ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ്. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോസ് പോയിട്ടുണ്ട്. അത് ഇവിടെ മൊത്തം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പ്രിങ്ക്ലർ ഇരിപ്പുണ്ട്. ഇതേ സൈഡിൽ കൂടെയൊക്കെ ഒത്തിരി എടുത്തിരിപ്പുണ്ട്. അതാ ഒരു മരക്കുറ്റി നിൽക്കുന്നത് കണ്ടോ ഗൈസ്. വെള്ള ബനിയനും ഇട്ട് വെയിലത്ത് വന്ന് നിൽക്കുക. ആട്ടുംകാട്ടോ? ഇത് ആട്ടുംകാട്ടല്ല, ഇത് മറ്റേ അണ്ണാൻ തിന്നിട്ട് കൊണ്ടിരുന്നതാ. എടുത്ത് ചായ ഉണ്ടാക്കി. എടാ അത് ഇതാടാ, അണ്ണാൻ തിന്നിട്ട് പറഞ്ഞതാ, ചായ ഉണ്ടാക്കിയോ? പിന്നെ അണ്ണാൻ്റെ ഒന്നും ഇല്ല, അതാ നോക്ക് ഗൈസ്, അങ്ങ് ദൂരെ കണ്ടോ, അതിൽ കൂടെ ഒരു കനാല് പോകുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് താമസിച്ച് പോയി തോന്നുന്നു ഗൈസ്. ഇതുണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ ഇത് മൊത്തം പൂക്കളാണ്. കരിഞ്ഞ് തുടങ്ങിയേക്കണ കാണാം. ഫുള്ള് വയലറ്റ് കളറിലുള്ള പൂക്കളായിരുന്നു ഇത് വന്നത്. മൊത്തം കരിഞ്ഞു തുടങ്ങി. ദൂരെ കണ്ടോ ചെറിയ ബോട്ടുകൾ നിർത്തിയിട്ടേക്കണേ. കുറച്ച് അപ്പുറത്തേക്ക് മാറിക്കഴിയുമ്പോൾ ഇനിയും ബോട്ടുകൾ കാണാൻ പറ്റും. ഒരാൾ കണ്ടോ, ഒരു ബട്ടർഫ്ലൈയുടെ പുറകെയാണേ പോണേ. അവിടെ വളരെയധികം ബോട്ടുകൾ കിടപ്പുണ്ട്. നല്ലൊരു പുൽമൈതാനം കിടക്കുമ്പോൾ എനിക്ക് ഇവിടെ കിടക്കണമെന്നുണ്ടായിരുന്നു. പോയി കിടന്നോടാ. ഇത് നോക്കൂ ഗൈസ്, നമ്മൾ ആദ്യം കണ്ട മരത്തിന്റെ തയ്യാന്ന് തോന്നുന്നു. മുള്ളാണോ? ഇത് മുള്ളരുത് കൈ മുള്ളു. കുഞ്ഞു കൈമുറിയും. മങ്കി പസിൽ എന്റെ പേരാ? മങ്കി പസിൽ. അത് മതി. ഗൈസ്, ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ കുഞ്ഞു ഇരിക്കണ ഈ സീറ്റ് പോലെ ഇരിക്കണ ഈ സാധനം ഒന്ന് മാറിക്കോ കുഞ്ഞു. അത് സീറ്റല്ല, നമ്മുടെ കൂണ്. മാറിയിരുന്നു, അതിന്റെ അടിയിൽ വല്ല പാമ്പും കാണും. മാറിയിരുന്നു. ഇവിടെ പാമ്പില്ലല്ലോ.
സീറ്റ് പോലെ കയറിയിരിക്കുവാണ്. കൂണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തരം പായൽ അങ്ങനെ പറയാം. കുറച്ചുകൂടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പൂക്കളൊന്നും അധികം അങ്ങ് പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം മരങ്ങളുടെ ഇലകളുടെ പലതരത്തിലുള്ള കളറുകളാണ് ഇവിടുത്തെ വ്യത്യസ്തമാക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ 2-3 വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. കാണാവോ? ഞാൻ അടുത്ത് ചെന്ന് കാണിച്ചു തരാവേ. ഇവിടെ ഈ പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പലതരത്തിലിങ്ങനെ വഴികൾ, ചെറിയ ഇവിടെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. ചെറിയ എന്താ പറയണേ, മുളയോ ഇല്ലി. ഓ, വളരെ ഭംഗിയുള്ളൊരു ഏരിയ കേട്ടോ അത്. അവിടെ ചെറിയ ആമ്പലൊക്കെ ഉണ്ട് വെള്ളത്തിൽ. ഇവിടെ നിന്ന് ഇങ്ങനെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലിങ്ങനെ ചുറ്റും നടന്ന് നല്ല രസമായിട്ട് കാണാം. ആളുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ, ഒരു മുട്ടപ്പം വെള്ളം അത്രയൊക്കെ ഉള്ളൂ. പായൽ വട്ട പിടിച്ച് കിടക്കുക. ഇത് കണ്ടോ, ഇവിടെ വന്നു കഴിയുമ്പോൾ അതിമനോഹരമായ ചെറിയൊരു കുഞ്ഞു വഴിയും അവിടെ വെള്ളവും. നമുക്കിതിൽ വളരെ 3-4 പാറകളൊക്കെ വെച്ചിട്ടാട്ടോ ഇതിൽ വഴി ഉണ്ടാക്കി വെച്ചാൽ. ഇവിടെ തന്നെ ഉണ്ടായ പാറയൊന്നും താഴെ വെള്ളക്കെട്ടും. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ വരുന്നവർക്ക് ഒരു നല്ല സീനറി കേട്ടോ. നമുക്കിത് ഇവിടെ ഇരുന്ന് കസേരയിലിരുന്ന് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റും. നല്ല രസമുള്ള കണ്ടോ ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ രസകരമാണ്. ഇവിടെ ആണ് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് ചെയ്ത് താഴേക്ക് വരുന്നു. അവിടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള വഴി. ഇവിടെ ഓരോ ഏരിയയിലും വന്നു കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പല ഏരിയയിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു പോകണം ഇങ്ങോട്ട് തിരിഞ്ഞു പോകണം എന്നും പറഞ്ഞുകൊണ്ട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പഴയ കാലത്തുണ്ടാക്കി വെച്ചേക്കണ കൂട്ട് കല്ലിൻ്റെ ഒരു ചെറിയ ബ്രിഡ്ജ്. നല്ല രസമാണ്. ഇവിടെ നോക്കിക്കണ്ട കണ്ടോ, സ്റ്റെപ്പായിട്ട് വെള്ളം ഒഴുകി പോകണം. ഇങ്ങനത്തെ പണ്ട് കാലത്ത് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ ഇങ്ങനത്തെ ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടില്ലേ, അതുപോലെ ഇരിക്കണം. അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് നേരെ പോയ കനാലിലേക്കാട്ടോ ഒഴുകി പോണേ. കുറച്ചും കൂടെ കണ്ടപ്പോൾ കുറച്ചും കൂടെ വലിപ്പമേറിയൊരു വെള്ളക്കെട്ട് കണ്ടായിരുന്നു. അവിടെ കണ്ടോ, താമരയും ആമ്പലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇങ്ങ് പോരുന്ന വഴിക്കാട്ടോ ഇവിടുത്തെ ഏറ്റവും ഒരു പ്രശസ്തമായ ഒരു ജാപ്പനീസ് പാലമുണ്ട്. ഇത് കണ്ടോ, ആൾക്കാർ ഒത്തിരി പേര് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കും. ഇതിൻ്റെയൊക്കെ കരകളാണ്. ആളുകളൊക്കെ അവിടെ വിശ്രമിക്കുകയും വെയിൽ കായുകയൊക്കെ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതാണ് ജാപ്പനീസ് ബ്രിഡ്ജ്. വളരെ രസമായിട്ടോ ഇതിൻ്റെ മേളിക്കിടയ്ക്ക് നടന്നു വരാൻ. ഇതിൽ ചെറിയൊരു കുഞ്ഞ് അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. ഇങ്ങനെ രസകരമാണ് ഈ സ്ഥലങ്ങൾ കാണാൻ. അവരൊക്കെ അവിടെ ഫോട്ടോ എടുക്കുവാണേ.
എല്ലാ പൂക്കളും പോയിട്ടില്ല, കുറച്ച് പൂക്കൾ ഇവിടെ ബാക്കിയുണ്ട്. അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെയുള്ള ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വളരെ പൂക്കളൊക്കെ ഒത്തിരി കുറഞ്ഞു പോയി. ഒരു മാസം മുമ്പ് വന്നേക്കാളും ഒത്തിരി പൂക്കൾ എല്ലാം കരിഞ്ഞു പോയി. അപ്പോൾ പൂക്കളുടെ ടൈം ഏതാണ്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഒത്തിരി പൂക്കൾ അങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ മതിയായൊരു ഹോള്, ചെറുതൊന്നുമല്ല കേട്ടോ, ഒത്തിരി വലുതാണ്. മരം ഇവിടെ കിടന്ന് കിടക്കുന്നു. ഒരു പാലസ് പ്രൈവറ്റായിട്ടുള്ളതാണ്, അങ്ങോട്ടേക്ക് പ്രവേശനമൊന്നുമില്ല. ഇവിടെ എല്ലാത്തിലും വ്യത്യസ്തമാകുന്നത് ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും വിശാലമായി കിടക്കുന്ന സ്ഥലങ്ങളാണ്, വളരെ ഭംഗിയുള്ളൊരു സ്ഥലങ്ങൾ. പാലസിൻ്റെ ഒരു സൈഡാണിത്. കണ്ട പോലത്തെ മറ്റേ ജാപ്പനീസ് ബ്രിഡ്ജ് പോലത്തെ ഒരു വലിയ ബ്രിഡ്ജ്. ഇതിൽ വണ്ടിയൊക്കെ പോകണം കേട്ടോ, ഇതിനകത്ത് തന്നെ. അതെ, ബ്രിഡ്ജ് കണ്ടാൽ ഓർക്കും അടിയിൽക്കൂടെ പുഴ ഒഴുകുവാന്ന്. അടിയിൽക്കൂടെ റോഡാണ് പോകുന്നത്. പക്ഷെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ എക്സ്പെറി ഗാർഡനൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. എന്നാ പാലം നിർമ്മിച്ചതോ? ആ, അവിടെ ഏതോ ഒരു പുള്ളിയുടെ പടം ഉണ്ടായിരുന്നു, പുള്ളിയാണ് ആ പാലം നിർമ്മിച്ചത്. റൈറ്റല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ ജിൻഡോ. ബൈ.